ബൈത്തു സക്കാത്ത് അടക്കമുള്ള നിരോധിതമായ ശരീഅത്തിനെ വെല്ലുവിളിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോ അതൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ പടയാളികൾ തയ്യാറല്ലെന്ന് പ്രഖ്യാപിക്കാനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ നമുക്ക് നേതൃത്വം നൽകുന്നത്. ആരുടെയും അമ്മിയുടെ കീഴിലല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാല്. ഇത് സുസ്ഥിരമായി, സുഭദ്രമായി, സുശക്തമായി അള്ളാഹുവിന്റെ ഔലിയാക്കൾ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ്. സുപ്രീമസിയെ കുറിച്ച് ചർച്ച വേണ്ട. ആർക്കാണ് ഇവിടെ സുപ്രീമസി എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. സുപ്രീമസി എന്ന് പറയുന്നത് ആധികാരികമായി മുസ്ലിം കൈരളിയുടെ സുപ്രീമസി എന്ന് പറയാൻ ഒരേ ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ യോഗ്യതയുള്ളൂ. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഇന്ന് ആ പ്രസ്ഥാനത്തിന്റെ നായകൻ, ഒരു സുപ്രീം ലീഡർ എന്ന് മുസ്ലിം ഉമ്മത്തിന് എടുത്തു പറയാനുണ്ടെങ്കിൽ സയ്യിദുൽ ഉലമ മുഹമ്മദ് ജുഫ്രി മുത്തുക്കോയ തങ്ങളാണ്. ഒരു തർക്കവും ആ വിഷയത്തിൽ വേണ്ട. കാരണം മുസ്ലിം ഉമ്മത്തിന്റെ സുപ്രീമസി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലപാടെടുത്തത് മുഴുവനും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ സംരക്ഷിക്കാനാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന മഹാവൃക്ഷത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ ആരൊക്കെ കൂട്ടിയിട്ട് വന്നാലും ശരി, അത് മുഴുവനും കൈനീട്ടി കാത്തുനിന്ന് അതിനുവേണ്ടി ഓച്ചാനിച്ചു നിൽക്കാൻ സമസ്തയുടെ പ്രവർത്തകരെ കിട്ടില്ല എന്ന് വളരെ അഭിമാനത്തോടുകൂടെ തന്നെ പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിന്റെ പേരിൽ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും, കാരണം നമ്മുടെ ഉലമാക്കൾ അതിനു മാത്രം, നമ്മുടെ അഇമ്മത്ത് അതിനു മാത്രം സഹിച്ചിട്ടുണ്ട്. അവരോട് അനീതി പുലർത്തിയിട്ടുള്ള ഒരു നേട്ടവും ഒരു ഭൗതിക ലാഭവും നമുക്ക് ആവശ്യമില്ല.